എ.വി. മുകേഷ് അനുസ്മരണ യോഗം നടത്തി. ഇന്നലെ പാലക്കാട് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മാതൃഭൂമി ക്യാമറമാൻ എ.വി. മുകേഷിന്റെ നിര്യാണത്തിൽ ഒറ്റപ്പാലം പ്രസ് ക്ലബ്ബ് അനുശോചനം രേഖപ്പെടുത്തി. പ്രസിഡന്റ് സനോജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണ യോഗത്തിൽ സെക്രട്ടറി രാകേഷ്, ഫിറോസ്, ഷെരീഫ്, ഉമ്മർ, പി.എം. ജലീൽ മറ്റംഗങ്ങളും മുകേഷിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. അനുശോചനം രേഖപ്പെടുത്താൻ ചേർന്ന യോഗമാണിത്. ഇതിനുള്ള അസംബ്ലി ഉണ്ടായതിനു ശേഷമാണ് അതിനുള്ള ഭാഗത്തുനിന്നുള്ള നിർദ്ദേശം ഉണ്ടായത്. അതേ തുടർന്നാണ് പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തി ഇത്തരമൊരു യോഗത്തിലേക്ക് നമ്മൾ കടന്നത്. ഇന്നലെ രാവിലെയാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പത്രത്തിൽ നമ്മൾ വായിച്ചതാണ്, മാധ്യമങ്ങളിലൊക്കെ കേട്ടതാണ്. ഇന്നലെ പുലർച്ചെയാണ് ഇങ്ങനൊരു മലമ്പുഴ മേഖലയിൽ വേനോലി ഭാഗത്ത് കാട്ടാനയുടെ ശല്യം രൂക്ഷമാണെന്നറിഞ്ഞ് മാതൃഭൂമി ന്യൂസ് ഉൾപ്പെടെ പാലക്കാട്ടെ മാധ്യമങ്ങൾ പോയത്. അവിടെ വെച്ചാണ് വീഡിയോകൾ പകർത്തുന്നതിനിടെ 34-കാരനായ മാതൃഭൂമി ന്യൂസിൻ്റെ വീഡിയോ ജേർണലിസ്റ്റ് മുകേഷ് കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. അദ്ദേഹം ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിനും കുടുംബത്തിനുമുണ്ടായ നഷ്ടത്തിൽ അല്ലെങ്കിൽ വേദനയിൽ പങ്കുചേരുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് സനോജിനെ ക്ഷണിക്കുകയാണ്. സംഭവം ഉണ്ടായി. പിന്നെ ഒരു അപകടം പറ്റിയെന്ന് മാത്രമാണ് ഗവേഷകർ ആലോചിച്ചത് പറഞ്ഞത്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പാലക്കാടിൻ്റെ മണികണ്ഠനെയൊക്കെ വിളിച്ചിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, മുകേഷ് മരിച്ചു എന്നുള്ള വിവരം അറിയുന്നത്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് എങ്ങനെയാണ് എന്നുള്ളതൊന്നും അങ്ങനെ കാര്യമായിട്ട് വ്യക്തത ഉണ്ടായിരുന്നില്ല. ആനകളുടെ ദൃശ്യം പകർത്താൻ വേണ്ടി പോയ സമയത്തായിരുന്നു മാത്രമാണ് അറിഞ്ഞിരുന്നത്. ഉച്ചയ്ക്ക് ശേഷം പിന്നെ അവിടെ പോയി മോർച്ചറിയിൽ പോയി മുകേഷിനെ കണ്ടു. ഉറങ്ങി കിടക്കുന്ന മതിയായിരുന്നു ബോഡി ഉണ്ടായിരുന്നു. അരയ്ക്ക് താഴെ ഒരു തരം പുറത്ത് പതിഞ്ഞ് കിടക്കുന്ന രീതിയിലായിരുന്നു. ഈ ഭാഗത്തായിട്ടായിരുന്നു കൂടുതൽ ചവിട്ടിയായിട്ടുണ്ടായിരുന്നു. അല്ലാത്തൊരു ദയനീയാവസ്ഥ ഉണ്ടായിരുന്നു. ഒപ്പുണ്ടായിരുന്ന റിപ്പോർട്ടർമാരും എല്ലാ റിപ്പോർട്ടർമാരും ഈ ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ തുറന്നു പോയതാണ്. അപ്പോൾ കുറച്ചുകൂടി വിഷ്വൽസ് പകർത്താമെന്നുള്ള ഉദ്ദേശത്തിൽ ഇത് കുറച്ചുകൂടി ഉള്ളിലേക്ക് കയറിയെന്നാണ് പറയുന്നത്. അതിനിടയിലാണ് ആന തിരിഞ്ഞു വന്ന് എല്ലാവരും ഓടി ചെറിയ ഓടിയപ്പോൾ മുകേഷ് വീണതിൽ ആനയുടെ ചവിട്ടി കിട്ടിയെന്നാണ് പറയുന്നത്. നമ്മൾ നടക്കുന്ന ഒരു വാർത്തയായിട്ടാണ് നമുക്കത് അനുഭവപ്പെടുന്നത്. മാധ്യമപ്രവർത്തന രംഗത്ത് സ്വാഭാവികമായും സാഹസികതയുടെ ചില ഘട്ടങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് നേരിടേണ്ടി വരാറുണ്ട്. അങ്ങനെ ജീവൻ നഷ്ടപ്പെട്ട പല ആളുകളെയും, വിക്ടർ ജോർജ് ഉൾപ്പെടെയുള്ള പല ആളുകളെയും നമ്മൾ സാഹസികത സ്വാഭാവികമായും ക്യാമറാമാൻ എന്നുള്ള രീതിയിലുള്ള വീഡിയോഗ്രാഫർമാരും ഫോട്ടോഗ്രാഫർമാരെയും സംബന്ധിച്ചിടത്തോളം സാധാരണ മാധ്യമപ്രവർത്തനേക്കാൾ കൂടുതൽ അവരതിലെ സാഹസികത ഒരു ഭാഗം കൂടിയായിട്ടാണ് പല കാര്യങ്ങളും ചെയ്യാറുള്ളത്. മുകേഷിൻ്റെ ഏറ്റവും ഒടുവിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു ദുരന്തം നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കേണ്ട, നമ്മളൊരു സാഹസികത കാണിക്കരുത് എന്നുള്ള സാഹസികത സ്വാഭാവികമായിട്ടും നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. എങ്കിൽ പോലും നമ്മളൊരു പ്രിക്കോഷൻ മെഷർ സൂക്ഷിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നത് കൂടിയുണ്ട് മുകേഷ്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ മാതൃഭൂമി സ്ഥാപനത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഉണ്ടായിട്ടുള്ള വലിയ നഷ്ടത്തിൽ